ഹാപ്പി ക്രിയേറ്റീവ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതും നിങ്ങൾക്ക് ആവശ്യമുള്ളതുമായ വീഡിയോ ആണ്. കണ്ടു നോക്കാം. ഇത് ഉഷയുടെ ഉഷ ജനോം വണ്ടർ സ്റ്റിച്ച് സ്വിങ് മെഷീനാണ്. വണ്ടർ സ്റ്റിച്ച് എന്ന് പറയുന്ന മോഡൽ ഇത് പഴയ മോഡലാണ്. ഇത് കഴിഞ്ഞിട്ട് പുതിയ വണ്ടർ സ്റ്റിച്ച് സ്വിങ് മെഷീനുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഉഷ ഇറക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് പഴയ ഒരു മോഡലാണ്. ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എംബ്രോയ്ഡറി ചെയ്യുന്നത്. ഇത് സാധാരണ ഒരു സ്വിങ് മെഷീനാണ്. ഇതിന് ഓർഡിനറി എന്ന സാധാരണ രീതിയിൽ നമുക്ക് ഡ്രസ്സ് തയ്ച്ചെടുക്കാനൊക്കെയുള്ള റണ്ണിങ് സ്റ്റിച്ചുള്ള സ്വിങ് മെഷീൻ. സത്യത്തിൽ ഇത് എംബ്രോയ്ഡറി മെഷീനല്ല, ഒരു ഓർഡിനറി സ്വിങ് മെഷീനാണ്. എന്നാൽ ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് വളരെ മനോഹരമായിട്ട് എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റും. അതായത് അതൊരു വാണിജ്യപരമായിട്ട് എംബ്രോയ്ഡറി ചെയ്തെടുക്കുന്ന ഒരു മെഷീനില്ല. നമുക്ക് വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വീട്ടമ്മമാർക്കൊക്കെ എംബ്രോയ്ഡറി ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ളൊരു ഡെസ്ക്ടോപ്പ് മെഷീൻ ഉണ്ടെങ്കിൽ എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റും. അതിന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് കുറേ ഇൻബിൽറ്റ് സ്റ്റിച്ചസ് ഉണ്ട്. ഈ ഇൻബിൽറ്റ് സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യേണ്ടത്. ഈ ഓരോ ഇൻബിൽറ്റ് സ്റ്റിച്ചുകളും ഉപയോഗിച്ചാണ് ഈ മെഷീനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻബിൽറ്റ് സ്റ്റിച്ച് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമേ ഈ മെഷീനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പലരും എന്നോട് ഈ മെഷീനിൽ എങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്തെടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാം. ഈ മെഷീനിൽ എംബ്രോയ്ഡറി ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം വേണ്ട സെറ്റിങ്സും സ്റ്റിച്ചസുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചിനെ ലീഡ് ചെയ്യുന്നത് ഈ പ്രഷർ ഫുട്ട് ആണ്. ഈ പ്രഷർ ഫുട്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ആവശ്യമില്ല. അതുകൊണ്ട് ഈ പ്രഷർ ഫുട്ട് റിമൂവ് ചെയ്യണം. തയ്ക്കുമ്പോൾ വ്യക്തമായിട്ട് കാണുന്നതിന് ഞാൻ സ്ക്രൂവും കൂടെ അങ്ങ് മാറ്റി. ഇനി ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫീഡ് ഡോഗ് കാണാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ തുണിയെ പുറകോട്ട് തള്ളുന്നത് ഫീഡ് ഡോഗാണ്. പക്ഷേ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഫീഡ് ഡോഗ് അവിടെ ഇരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഫീഡ് ഡോഗ് നമുക്ക് ഒഴിവാക്കണം. അതിന് സാധാരണ ഇങ്ങനെയുള്ള ഫാഷൻ മേക്കറുകളിൽ ഫീഡ് ഡോഗിനെ മാറ്റാനുള്ള ഫീഡ് ഡോഗ് ലിവർ ഉണ്ടായിരിക്കും. ഇവിടെ ഇതാണ് ഫീഡ് ഡോഗ് ലിവർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതിനെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഫീഡ് ഡോഗ് താഴ്ന്നു പോയിട്ടുണ്ട്. കണ്ടോ? ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഫീഡ് ഡോഗ് മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ തടസ്സം ഉണ്ടാകുവാൻ ഇടവരുത്താതെ ഫീഡ് ഡോഗ് താഴെ തന്നെ ഇരിക്കുന്നതാണ് എംബ്രോയ്ഡറി ചെയ്യുന്നതിന് സൗകര്യമായിട്ടുള്ളത്. ക്ലോസ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു മെഷീനിൽ നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഇൻബിൽറ്റ് സ്റ്റിച്ചുകൾ സെലക്ട് ചെയ്യണം. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇൻബിൽറ്റ് സ്റ്റിച്ച് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത്. സാധാരണ നമ്മളുടെ എംബ്രോയ്ഡറി സ്റ്റിച്ചസിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സ്റ്റിച്ച് സിഗ്സാഗ് സ്റ്റിച്ചാണ്. ആ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് സാറ്റിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചും ചെയ്യുന്നത്. ഈ മെഷീൻ കണ്ടു ഉപയോഗിച്ചും ശീലമുള്ളവർ തന്നെയാണ് എംബ്രോയ്ഡറി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെഷീൻ്റെ സെറ്റിങ്സും ഇതിൻ്റെ പാർട്സും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് റിവേഴ്സാണ്, റിവേഴ്സ് പെഡലാണ്. സ്റ്റിച്ചുകൾ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എംബ്രോയ്ഡറിയിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് ലെങ്ത് ഡയലാണ്. നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ക്രമീകരിക്കാനാണ് ലെങ്ത് ഡയൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാണ് സെലക്ടർ ഡയൽ. ഏത് സ്റ്റിച്ചാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഇതിൽ നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ എ എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ എയിലുള്ള സ്റ്റിച്ചുകൾ ഏതാണെന്ന് കാണുന്നതിന് നമുക്കിവിടെ നോക്കണം. ഇവിടെ എയിൽ സിഗ്സാഗും റണ്ണിങ് സ്റ്റിച്ചും അങ്ങനെ കുറച്ച് സ്റ്റിച്ചസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ
വിയിൽ ഉള്ള സ്റ്റിച്ചസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ പറയുന്നത് സിഗ്സാഗ് സ്റ്റിച്ചിനെ കുറിച്ചും റണ്ണിങ് സ്റ്റിച്ചിനെ കുറിച്ചും മാത്രം പറഞ്ഞിട്ട് ആ സ്റ്റിച്ചസ് ഉപയോഗിച്ച് ഒരു എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ സിഗ്സാഗ് സ്റ്റിച്ചുള്ള സെലക്ട് ഡയൽ എ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്സാഗും റണ്ണിങ് സ്റ്റിച്ചും കിട്ടും. സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ട് എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നാൽ ഈ സിഗ്സാഗ് സ്റ്റിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിഡ്ത്ത് ഡയൽ എന്ന് പറഞ്ഞൊരു ഡയലുണ്ട്. ഈ നേരെയുള്ള ലൈൻ ഈ വരയ്ക്ക് നേരെയാണ് വരുന്നതെങ്കിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് കിട്ടും. ഇവിടെ സിഗ്സാഗ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. ചെറിയ പോർഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വിഡ്ത്ത് വളരെ കുറഞ്ഞുള്ള സിഗ്സാഗും ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വലിയ സിഗ്സാഗും കിട്ടും. പക്ഷേ ഈ ഒരു മെഷീനിൽ നമ്മൾക്ക് ഇത്രയും മാത്രമേ ഇതിൻ്റെ വിഡ്ത്ത് കിട്ടുള്ളൂ. സാധാരണ എംബ്രോയ്ഡറി മെഷീനുകളിൽ ഇതിനേക്കാളും വലിപ്പം കൂടിയ സ്റ്റിച്ചസ് നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ ഈ ഒരു ഫാഷൻ മേക്കറിൽ ഈ വിഡ്ത്ത് 5 മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഈ മാക്സിമം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ കിട്ടുള്ളൂ. ഈ കിട്ടുന്ന ആ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ച് വേണം നമ്മുടെ എംബ്രോയ്ഡറി ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ. ഞാൻ നിങ്ങൾക്ക് ലെങ്ത് ഡയൽ കാണിച്ചു തന്നു. സ്റ്റിച്ചിൻ്റെ ലെങ്ത് ക്രമീകരിക്കാനാണ് അതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഫ്രീ ഹാൻഡ് മോഷൻ എംബ്രോയ്ഡറിയാണ് ചെയ്യാറുള്ളത്. അതായത് നമ്മളുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ കൈയുടെ മോഷൻ അനുസരിച്ചാണ് നമ്മളതിൻ്റെ ലെങ്ത് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലെങ്ത് ഡയലിന് ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അങ്ങനെയാണെങ്കിലും ലെങ്ത് നമ്മൾ 1ലോ 2ലോ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ സിമ്പിളായ ഒരു ഡിസൈൻ ഞാൻ ഇതിൽ വരച്ചിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ചും സിഗ്സാഗ് സ്റ്റിച്ചും മാത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ എംബ്രോയ്ഡറി ചെയ്ത് തീർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കതിൻ്റെ സെറ്റിങ്സ് നോക്കാം. ഞാൻ സ്റ്റിച്ച് ലെങ്ത്ത് 2ൽ വെച്ചു. സെലക്ട് ഡയലിൽ എ സെലക്ട് ചെയ്തു. സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ വെച്ചു. ഏറ്റവും വലിയ വിഡ്ത്തുള്ളതല്ല, കുറച്ച് ചെറിയ വിഡ്ത്താണ് കിട്ടുന്നത്. പിന്നെ ടെൻഷൻ 2ൽ വെച്ചു. അത് ലീഫാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്രീൻ കളറിലുള്ള സിൽക്ക് ത്രെഡ് എടുത്തു. സെയിം കളർ തന്നെ ഞാൻ ബോബിനിൽ ചുറ്റിയിട്ടുണ്ട്. ചെയ്യാം. ഈ ഡിസൈൻ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ സാറ്റിൻ സ്റ്റിച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് മാക്സിമത്തിൽ വെക്കാം.
എല്ലാ കമ്പനികളുടെയും ഫാഷൻ മേക്കർ കാറ്റഗറിയിൽപ്പെട്ട മെഷീനുകളുടെയൊക്കെ സെറ്റിങ്സ് ഏകദേശം ഒരുപോലെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏത് കമ്പനിയുടെയും ഫാഷൻ മേക്കർ കാറ്റഗറിയിലെ മെഷീനിൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ചെയ്യുന്നതിന് പ്രയാസം ഉണ്ടാവില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കടന്നു വരാം. നന്ദി.